നാടൻ തേക്കും ഡിപ്പോ തേക്കും തമ്മിലുള്ള വ്യത്യാസം ഒരു ചാനലുകളിലും ഇപ്പൊ യൂട്യൂബിൽ തപ്പിയാൽ തന്നെ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കിടിലമണി എന്നുള്ള ചാനലിലാണ് ഡീറ്റെയിൽ ആയിട്ട് 1700 വീഡിയോസ് നിലമ്പൂർ തേക്കിനെ കുറിച്ചിട്ട് നമ്മുടെ ഷോപ്പിലെ ഓഫറിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഇന്ത്യയില് അല്ല ലോകത്തിൽ തന്നെ ഇത്രയും ഫർണിച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ശരിക്കും ഒരു ഫുൾ സ്റ്റഡി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ചാനല്. അപ്പൊ അതിൽ പറയുന്ന ഒരു മെയിൻ കാര്യം പറഞ്ഞാൽ ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞാൽ പോളിഷ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. അത് പോളിഷ് ചെയ്യാതെ കണ്ടോ ഇങ്ങനെ ഗ്രൈൻസ് അടുത്തടുത്തുണ്ടാവും. ഒരു ഗോൾഡിഷ് കളർ ആയിരിക്കും, ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. റോഡ് റോഡ്സിലൊക്കെ ഡാഷ്ബോർഡിൽ ഉപയോഗിക്കുന്ന വുഡാണ് നിലമ്പൂർ ഡിപ്പോ തേക്ക്. നമ്മൾ അരുവാക്കോട് നിന്ന് സർക്കാരിന്റെ ഇതിന്ന് ലേലെടുത്തെടുത്തിട്ട് നമുക്ക് തന്നെ മില്ലുണ്ട്. ആ മില്ലിൽ ഇരുന്ന് നമ്മുടെ തന്നെ പണിക്കാർ നിലമ്പൂരിൽ തന്നെ ആശാരിമാര് ചെയ്ത് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്ന ഹോൾസെയിൽ റേറ്റിലാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. നമുക്ക് ഒരു പീസ് എടുത്താലും 100 പീസ് എടുത്താലും ഒറ്റ പ്രൈസ് ആണ്. അപ്പൊ കസ്റ്റമർക്ക് ഹോൾസെയിൽ പ്രൈസ് ആണ്. ഡിപ്പോ തേക്ക് നാടൻ തേക്കിൽ വെള്ള ഉണ്ടാവും 3/4 ഇഞ്ചോളം, ഡിപ്പോ തേക്കിൽ വെള്ള ഉണ്ടാവില്ല. ഇതിൽ ടെക്നോക്കിനോൺ പറഞ്ഞിട്ടുള്ള രാസസംയുക്തം കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഉറക്കുത്ത ചൊള്ളം കുത്ത അങ്ങനത്തെ ഇഷ്യൂസ് ഡിപ്പോ തേക്കിൽ ഉണ്ടാവില്ല. നാടൻ തേക്കിൽ പറഞ്ഞ ടെക്നോക്കിനോന്റെ രാസസംയുക്തം കുറവായി കാണുന്നുണ്ട്. അത് ചിലപ്പോൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ പൊടി ചാടാ അങ്ങനത്തെ ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നല്ല ഉണങ്ങിയ മരമാണ്, അപ്പൊ വാട്ടർ കണ്ടന്റ് കുറവായി കാണുന്നുണ്ട്. ഈ വിളിച്ച് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് ഫോറസ്റ്റിൽ മുറിച്ചിട്ടിട്ട് 1, 2, 3 വർഷം അവിടെ ഉണങ്ങി കടന്നിട്ടാണ് നമ്മൾ ലേലം എടുക്കുന്നത്. പിന്നെ ഒരു 60 വർഷങ്ങളും മൂപ്പായിട്ടുള്ള മരമാണ് ഡിപ്പോയില് സർക്കാർ ഡിപ്പോയില് മുറിക്കുക. അപ്പൊ നാടൻ തേക്കാണെങ്കിൽ ഒരു 20-25 വർഷമാകുമ്പോൾ മുറിക്കും. അപ്പൊ അത് വെള്ളമായിരിക്കും, പച്ച മരമായിരിക്കും. അപ്പൊ വാട്ടർ കണ്ടന്റ് കൂടിയിട്ട് വിളിച്ച് വരാനുള്ള ചാൻസും ഫിനിഷിങ്ങിലുള്ള മാറ്റം ഉണ്ടാവും. കണ്ടോ ഡിപ്പോ തേക്കിൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇത്. ഈ ചൂട് കാലത്ത് ഇതേ ഫിനിഷിങ്ങിൽ കിടക്കണ കണ്ടോ. ഇനി ഇപ്പുറത്ത് കാണുന്ന നാടൻ തേക്ക്, ഇതിൽ കണ്ടോ വെള്ള കാണും. ഈ ഡിപ്പോ തേക്കിൽ ഇത് പോളിഷ് ചെയ്താണ് ഈ ഐറ്റംസ് ആണ് ഇത്. നമ്മുടെ അടുത്ത് 2 ഐറ്റംസ് ഉണ്ട്, നാടൻ തേക്കുണ്ട് ഡിപ്പോ തേക്കുണ്ട്. ഡിപ്പോ തേക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നാടൻ തേക്കിന് തന്നെ നല്ല പോളിഷ് ചെയ്ത ഐറ്റം ഡിപ്പോ എന്ന് പറയും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നാടൻ തേക്കും ഡിപ്പോ തേക്കും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പീസുകൾ ഉണ്ട്. അപ്പൊ നമ്മളിത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. അപ്പൊ ഹോൾസെയിൽ വിലയ്ക്ക് വന്ന് വിശ്വസിച്ച് മേടിക്കാം. നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാണ് ചെന്നൈ, കോയമ്പത്തൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, കോട്ടയം എന്നൊക്കെ പറഞ്ഞ കസ്റ്റമർ എടുത്തിട്ടുള്ള റിവ്യൂ, കസ്റ്റമറെ വീട്ടിൽ വെച്ചിട്ടുള്ള വീഡിയോയുടെ അടക്കമുള്ള അവരെ കോൺടാക്ട് ചെയ്യാനും കസ്റ്റമറെ 100 കണക്കിന് റിവ്യൂകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മളെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഫീൽഡിൽ 16 വർഷത്തോളമായി. അപ്പൊ എന്റെ ഓരോ കണ്ടെത്തലുകളും നമുക്ക് കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയൻസ് ആണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പൊ നമ്മുടെ ചാനല് കിടിലൻ മണി എന്നാണ് ചാനലിന്റെ നെയിം. നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമ്മുടെ ഷോപ്പിന്റെ നെയിമാണ് കേട്ടോ. നമുക്ക് 2 ഷോപ്പാണുള്ളത്. ഒന്ന് ഷൊർണൂര് പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാനം കമ്മ്യൂണിറ്റിയുടെ ഓപ്പോസിറ്റും, ഇനിയൊരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാട്ടറി KGM ഓഡിറ്റോറിയത്തിന്റെ അടുത്തുമാണ് വല്ലത്. 2 ഷോപ്പ്. നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് നിലമ്പൂരാണ് കേട്ടോ. നമ്മുടെ ചാനലിന്റെ നെയിം കിടിലൻ മണി. ഇതിൽ പോയി കഴിഞ്ഞാൽ 1700 വീഡിയോസ് ഉണ്ട്. അപ്പൊ കാണാം ഇതേപോലത്തെ ഒരുപാട് ഓഫറുകൾ. അതേപോലെ അലമാറ, പിന്നെ ബെഡൊക്കെ ഓൺലൈൻ പൈസയായിട്ട് 5000 മുതൽ 25000 വരെ ഓൺലൈനായിട്ട് കുറവില്ല. ബ്രാൻഡഡ് ബെഡ് വാങ്ങുമ്പോൾ ബ്രാൻഡഡ് വേണം. മെമ്മറി ഫോം, ലാറ്റക്സ്, അതേപോലെ മെഡിക്കേറ്റഡ് ഇങ്ങനെയുള്ള ബെഡുകൾ നോക്കി വാങ്ങണം. കാരണം 8 to 10, 12 മണിക്കൂർ നമ്മൾ ബെഡിലാണ് കിടക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാനും നമ്മുടെ അളവിനനുസരിച്ച് ചെയ്യാനും ഒക്കെ ടീമുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.